നമ്മുടെ ഈ വേദിയിൽ മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനായി പ്രശസ്ത നടൻ ശ്രീ ബാബു നമ്പൂതിരി അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ സാദരം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുവാനായി. നൂറുകണക്കിന് ചിത്രങ്ങളിലൂടെ നിരവധി മികച്ച കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ശ്രീ ബാബു നമ്പൂതിരി 2024 മായമ്മ, ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്നീ ചിത്രങ്ങളിൽ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയ സപര്യ. സുഹൃത്തുക്കളെ, കലാസ്വാദകരെ, സ്വല്പം താമസിച്ചു പോയി. 200 കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത്. മഴ തടസ്സമായിരുന്നു. ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ ഘോരമായ മാരിയായിരുന്നു, മഴയായിരുന്നു. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുപോട്ടെ, ഇവിടെ ഈ ഒരു ചടങ്ങിൽ പുലരി TV-യുടെ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള, പുലരി TV അല്ല, ഏത് സംരംഭമായാലും അവിടുന്ന് കിട്ടുന്ന അംഗീകാരം നമ്മളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതാണ്. ഇവിടെ ഞാൻ അഭിനയിച്ച പടം ഒറ്റമരം എന്നുള്ള പടമാണ്. അത് തിരുവനന്തപുരത്ത് കളിച്ചിട്ടുണ്ടത്, കൈരളിയോ ശ്രീയോ ഒക്കെ തിയേറ്റർ, കോട്ടയം, എൻ്റെ നാടായ കുറവിലങ്ങാടൊക്കെ. ആ ഒറ്റമരത്തിൽ അതിൻ്റെ ഡയറക്ടറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബിനോയ് വേളൂർ എന്ന് പറയുന്നയാൾ. അദ്ദേഹം ഇന്ന് അവാർഡ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു എൽഡർലി, വളരെ വയസ്സനായ എൻ്റെ പ്രായം. അപ്പം അവിടെ അയാളുടെ ഒരു വിഹ്വലതകളാണ്, മാനസികമായ വിഹ്വലതകളാണ് അതിൻ്റെ അകത്ത് പോർട്രേ ചെയ്യാനായിട്ട് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഉദ്ദേശിച്ചിരുന്നത്. രവി എന്ന് പറയുന്ന ക്യാരക്ടർ, അയാളും വൈഫും ഉണ്ട്. പക്ഷെ ഒരിക്കലും അവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്നില്ല. മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഒന്നിച്ചുള്ള ജീവിതം ഒരിക്കലും പറ്റുന്നില്ല. അതായത് മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ സ്ത്രീധനമായ ഒരു എസ്റ്റേറ്റ് നോക്കാൻ വിധിക്കപ്പെട്ട അച്ഛൻ, മകളുടെ കുട്ടികളെ നോക്കാൻ വിധിക്കപ്പെട്ട അമ്മ അല്ലെങ്കിൽ വൈഫ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഈ 100,000 പ്രശ്നങ്ങൾ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, താനേ വന്നു ചാടുന്ന പ്രശ്നങ്ങൾ, ഇതിനിടയ്ക്ക് പരസ്പരം അറിയാനോ സംസാരിക്കാനോ ഒന്നുപോലും പറ്റുന്നില്ല. ഒരാൾ ദൂരെ ഹൈറേഞ്ചിൽ ഒരു എസ്റ്റേറ്റിലാണ്, മറ്റേ ആൾ എറണാകുളമോ തിരുവനന്തപുരം പോലുള്ളൊരു നഗരത്തിൽ. അപ്പോൾ അന്നൊക്കെ ഈ കഥ നടക്കുന്ന കാലത്ത് സാധാരണ ഇല്ലൻ ലെറ്ററിലോ അല്ലെങ്കിൽ ലാൻഡ് ഫോണിൽ കൂടെ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാൻ പറ്റുക. അതും ഇത് കനിയണം, നമ്മുടെ മഴയില്ലാതിരിക്കണം, ഇടിമിന്നലില്ലാതിരിക്കണം, കറണ്ട് ഉണ്ടായിരുന്ന സമയത്തായിരിക്കണം, അങ്ങനെയൊക്കെയാണ്. പോസ്റ്റ് ഓഫീസാണെങ്കിൽ 5-8 കിലോമീറ്റർ അകലെ, അവിടുന്ന് വരുന്ന ആരുടെയെങ്കിലും കയ്യിൽ കത്ത് കൊടുത്തേക്ക് ഇങ്ങനെ ഒരു. അപ്പോൾ ചുരുക്കം പരസ്പരം അറിയാൻ പറ്റുന്നില്ലേ, കത്തിലൂടെ പറ്റില്ല, ഫോണിലൂടെ പറ്റില്ല, അല്ലാതെയും പറ്റുന്നില്ല. അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട്. മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ, മക്കളുണ്ടായാൽ ആ കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കാനോ ഒന്നിച്ചിരിക്കാനോ പോലും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല ഇയാൾക്ക്, അച്ഛന് അല്ലെങ്കിൽ മുത്തച്ഛന് അല്ലെങ്കിൽ മുത്തശ്ശിക്ക് അല്ലെങ്കിൽ അപ്പൂപ്പന് അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു മാനസികമായ സംഘർഷമായിരുന്നു അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ അത് എനിക്ക് കഴിയാവുന്ന രീതിയിൽ ചെയ്തു. അതിന് പരക്കെ അംഗീകാരങ്ങൾ നേടിയൊരു പലരും വിളിച്ചു പറഞ്ഞു. അല്ലാതെ ഇതുപോലെയുള്ള സംഘടനകൾ, പുലരി TV അല്ല, അല്ലെങ്കിൽ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ, അവരൊക്കെ അത് നോട്ട് ചെയ്യുകയും അംഗീകാരം തരികയും ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഈ അംഗീകാരം നേടിത്തന്നതിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും നടത്തിയ ബിനോയ് വേളൂരിനോട് എത്രമാത്രം നന്ദിയുണ്ടെന്ന് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. കാരണം അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത, കാരണം 2ാമത്തെ പടം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത്. ആദ്യത്തേതിൽ ഞാനുണ്ടായിരുന്നു. 2ാമത്തെ പടമാണ് ഒറ്റമരം എന്ന് പറയുന്ന ഏതാണ്ട് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ആ പടം. ആ പടവും വളരെ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതി അതേപടി അത് അപ്രപാളികളിൽ, അപ്പുറന്നൊക്കെയല്ലേ പറയുക നമ്മൾ പണ്ട് സിനിമയെക്കുറിച്ച്, അത് പകർത്തുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു യാതൊരു പ്രതീക്ഷകളുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു രീതിയിലുള്ള ഇത് കളക്ട് ചെയ്ത് പൈസ ഉണ്ടാക്കണം ഒരാഗ്രഹത്തിൻ്റെ പേരിലല്ല, അത് നല്ലൊരു പടം ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അദ്ദേഹം എന്നോട് കഥ പറയാൻ വരുമ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് സാർത്ഥകമായി. ഇതുപോലെ
ഒരു സ്ഥലത്ത് വന്നൊരു അംഗീകാരം വാങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു പുണ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കൂടുതൽ ആ കഥാപാത്രത്തെക്കുറിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ അദ്ദേഹം സംസാരിക്കട്ടെ, ഞാനല്ല സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പുലരി ടി വിയോടും, അതിനിടയ്ക്ക് ഒരു ചെറിയ സംശയം, എനിക്ക് പുലരി ടി വി ഒന്നും കോട്ടയത്തേക്ക് വന്നിട്ടില്ല, ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞാൻ കോട്ടയം ജില്ലക്കാരന്, കുറവിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയായിരുന്നു ജോലി, കോളേജിൽ. അപ്പോൾ ഈ അവാർഡിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു ടി വി ഉണ്ടോ എന്ന് നമുക്ക് തോന്നുക എന്നർത്ഥം. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വിശദീകരണം കൂടെ ഇതിൻ്റെ സംഘാടകർ നൽകിയാൽ എനിക്ക് മറ്റാളുകളോടും കൂടെ ഉറക്കെ പറയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. ഏതായാലും വളരെ വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇത്രയും വലിയൊരു സഭാവാസികളുടെ മുമ്പിൽ വെച്ച ഈ അവാർഡ്, ഈ അംഗീകാരം നേടിയെടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ എനിക്ക് പറ്റിയല്ലോ എന്നുള്ള സന്തോഷാതിരേകം മാത്രം പുലരി ടി വിക്കും ഈ ഇരിക്കുന്ന സദസ്സിനും നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി സർ. സർ, ഇതൊരു IPTV ചാനലാണ്. 24 മണിക്കൂറും സിനിമ ബേസ്ഡ് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന IPTV ചാനലാണ് പുലരി TV. ഏറെ നന്ദി ശ്രീ ബാബു നമ്പൂതിരി.